ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തെ വിലയിരുത്തുമ്പോൾ, അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഗോവിന്ദചാമി ചാടിയതല്ല, ഗോവിന്ദചാമിയെ ചാടിച്ചതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നുന്നു. എങ്കിൽ ആരാണ് ഈ ഗോവിന്ദചാമിയെ ചാടിച്ചത്? അടിമുടി ദുരൂഹമാണ്. ഗോവിന്ദചാമി എന്നുള്ള പേരിൽ തന്നെ ദുരൂഹത ഉണ്ടെന്നുള്ളത്. മറ്റൊരു പേര് കൂടി അയാൾക്കുണ്ട് എന്ന് പറയുന്നുണ്ട്, ചാർലി തോമസ്. അതെ, ചാർലി തോമസ്. ഈ പുലർച്ചെയാണല്ലോ ഇദ്ദേഹം അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ അടിക്കും. നമ്മൾ ബഹുമാനത്തോടെ വിളിച്ചാണ് ദുഷ്ടൻ ജയിൽ ചാടുന്നത് 1:15-1:30 മണിക്കാണ്. ഈ കിട്ടിയത് 10:30 മണിയോടുകൂടി. അതെ അതെ, രാവിലെ. ഇത്രയും സമയത്തിനുള്ളിൽ എന്തുകൊണ്ട് കണ്ണൂർ വിട്ടില്ല? ഇതൊരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട് ഇയാൾക്ക് കണ്ണൂർ വിടാൻ പറ്റിയില്ല? ഇദ്ദേഹം പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം എങ്ങനെ ഇതൊക്കെ ഇട്ട് വന്നത്? അദ്ദേഹത്തിന്റെ വേഷം കണ്ടില്ലേ അല്ലേ? ഒരു പാൻസ് ഇട്ടിട്ടുണ്ട് സാർ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആരോ സഹായിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആര് സഹായിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രസക്തമായൊരു ചോദ്യം, എന്തിനു സഹായിച്ചു, എന്തിന് ഇയാൾ ജയിലിൽ ചാടി? ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് പോകണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അതിനുള്ള സമയം ഉണ്ടായിരുന്നു. ഇത്രയും സമയം ഉണ്ടായിട്ട് പോലും അയാൾ അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടന്നു എന്നുള്ളതാണ്. അപ്പം ഇത് വളരെ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ലേ എന്ന് നമുക്കൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഒരു പിഴവുറ്റ, അതെ, ഒരു ഈ കൈക്കുറ്റപ്പാടില്ലാത്ത ഒരു പ്ലാനിങ്. താടി നീട്ടി വളർത്തി, ശരീരം മെലിയിച്ചിരിക്കുന്നു. അപ്പൊ ഇതിനകത്തൊക്കെ ഇല്ല, ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് നടന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്തൊരു വലിയ നാടകം തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പോലീസുകാരൊക്കെ ദേശാഭിമാനി അടക്കം, ദേശാഭിമാനിയുടെ തലക്കെട്ട് തന്നെ ഇതാണ്, പിന്നെ ചാടി ഉടൻ പിടികൂടി. ഇതെന്താണ്, ഫുട്ബോൾ കളിയോ? ചാടി ഉടൻ പിടികൂടി എന്നൊക്കെ പറയുന്നത്, അതോ കബഡി കളിയോ? അപ്പോൾ പോലീസിൻ്റെ ജാഗ്രത എന്ന് പറഞ്ഞ് ദേശാഭിമാനി, ആഭ്യന്തര വകുപ്പും ഒക്കെ അങ്ങ് അഭിമാനിക്കുകയാണ്. നോക്കണം, ഈ ചാടിയത് തന്നെ അവരുടെ പിന്നെ പിടിപ്പുകേടാണ്. ജയിൽ വകുപ്പിന്റെ, ജയിൽ മേധാവിയുടെയും പിടിപ്പുകേട്, ജയിൽ സുരക്ഷയിൽ വലിയ പിഴവുണ്ടായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആഭ്യന്തര വകുപ്പിന്റെയും പിടിപ്പുകേടാണ്. അതെ. അപ്പോൾ ഇത് ഇങ്ങനെ നടന്നത് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 2 ദിവസമായിട്ട് VS അച്യുതാനന്ദൻ മരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് 3:20 തിങ്കൾ മുതൽ തിങ്കളാഴ്ച ഉച്ച കഴിയുമ്പോൾ 3:30 മണിക്കാണ്, 3:20 VS അച്യുതാനന്ദൻ മരിക്കുന്നത്. അന്ന് രാത്രി മുഴുവൻ ചൊവ്വ, ബുധൻ, വ്യാഴം, ഇത് പിന്നെ വെള്ളിയാഴ്ചയാണ്, ഈ പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. VS-നെ കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതുമാത്രമല്ല, VS-നെ കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് മാത്രമല്ല, പഴയ ആ VS പിണറായി പോര്, ആ വിഭാഗീയത, അത് വളരെ ശക്തമായിട്ട് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ വാർത്തകളിലൂടെ നിറയുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. ചിലരെ ഉമ്മൻചാണ്ടിയുമായിട്ട് ഉടനെ താരതമ്യപ്പെടുത്താൻ നോക്കുന്നു. അംഗബലം എവിടെയാണ് കൂടുതൽ? ഇതെന്താ കുരുക്ഷേത്ര? അല്ലല്ല, പലതരം നരേറ്റീവുകൾ വന്നു സാർ അതിനിടയ്ക്ക്. അങ്ങ് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ കാര്യം വന്നു. മറ്റൊന്ന്, ഈ VS മരിച്ചപ്പോൾ തൊട്ട് പൊതുവെ രേഖപ്പെടുത്തുന്നത്, VS-നെ ഓർക്കുന്നത്, VS-നെ എന്താ പറയേണ്ടത്, ചിത്രീകരിക്കുന്നത്, ഈ 20 വർഷം കൊണ്ട് കേരളം ഒരു മുസ്ലിം രാജ്യമാകും, പോപ്പുലർ ഫ്രണ്ട് അതിന് ശ്രമിക്കുന്നു എന്ന മുന്നറിയിപ്പ് 2010-ൽ 15 വർഷം മുമ്പ് തന്ന ദീർഘവീക്ഷണമുള്ള നേതാവ് എന്ന ഒരു ആഖ്യാനമാണ് വളരെ റിലവൻ്റായി വന്ന് നിൽക്കുകയാണ്. അതെ, അങ്ങനെ ഒരു ആഖ്യാനം വന്നു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കാഴ്ചയാണ്, പശു അമ്മയാണെങ്കിൽ കാള അച്ഛനാണോ എന്ന് VS ചോദിക്കുന്ന ഒരു പ്രസംഗത്തിനിടയിൽ ചോദിക്കുന്നതാണ്. അദ്ദേഹം സന്ദർഭവശാൽ പറഞ്ഞതാണ്. അതിനെ എടുത്തുകൊണ്ട് VS ഒരു ഹിന്ദു വിരുദ്ധനായിരുന്നു, ഒരു RSS വിരുദ്ധനായിരുന്നു എന്നൊക്കെ ചിത്രീകരിക്കാനും ഉള്ള ഒരു ശ്രമം അതും നടന്നു. പക്ഷെ അതൊന്നും അതങ്ങോട്ട് ഏശിയില്ല. പക്ഷെ ഇത് നന്നായിട്ട് ഏശി. ഈ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം രാഷ്ട്രമാകും, കേരളത്തെ മുസ്ലിം രാജ്യമാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് VS പറഞ്ഞ
ആ പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ ആ ബൈറ്റ്, ആ ചാനലുകൾക്ക് കൊടുത്ത ആ ബൈറ്റ്, അതിങ്ങനെ വല്ലാണ്ടങ്ങ് കേരളത്തിൽ ഓടാൻ തുടങ്ങി വീണ്ടും. പ്രശാന്ത്, വി.എസ്. അച്യുതാനന്ദൻ മരിക്കുന്നത് 102ാമത്തെ വയസ്സിൽ. അതെ, ഒരു പുരുഷായുസിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു തീർത്തു ആണല്ലോ. അദ്ദേഹം ഒരു 3-4 വർഷമായിട്ട് ആ ഒരു മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളോടും അദ്ദേഹത്തിന് പ്രതികരിക്കാനായിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ. അപ്പം 102 വയസ്സ് വരെ. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ കരുതിയത് ഈ 102ാമത്തെ വയസ്സിൽ വിടവാങ്ങി പോകുമ്പോൾ വലിയ ആൾക്കൂട്ടമൊന്നുമില്ല, വി.എസിനെ എല്ലാവരും അങ്ങ് മറന്നിട്ടുണ്ടാകും എന്നൊക്കെയാണ്. ശരിക്കും 2019 തൊട്ട് അദ്ദേഹം മുഖ്യധാരയിലില്ല, ഇല്ല, വിശ്രമത്തിലാണ്. അപ്പം എല്ലാവരും മറന്നിട്ടുണ്ടാകും, ശരി അദ്ദേഹം മരിക്കട്ടെ, നല്ല ഇനിയും ഒരുപാട് കിടന്ന നരകിക്കരുത്, സ്വച്ഛന്ത മൃത്യു കൈവരിക്കട്ടെ എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. സ്വച്ഛന്ത മൃത്യുവിലേക്കാണ് വി.എസ്. പോകുന്നത്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളെ ആരും എതിർക്കത്തില്ല. വി.എസിന് AKG സെന്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ AKG സെന്ററിന്റെ പരിസരം നിറഞ്ഞു കവിഞ്ഞു, വലിയ പുരുഷാരമായിരുന്നു. ഇങ്ങ് പാളയത്തേക്കും അങ്ങ് പാറ്റൂർ ജംഗ്ഷനിലേക്കും വരെ ജനക്കൂട്ടം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് രാത്രി മുഴുവൻ അവിടെ പൊതുദർശനത്തിന് വയ്ക്കാമായിരുന്നു. 10:30 മണിയായപ്പം അവിടെ നിർത്തിവെപ്പിച്ചു. അതിനെതിരെ പ്രതിഷേധമൊക്കെ ഉയർന്നു. അവിടെ നിന്ന ജനക്കൂട്ടത്തിന് വി.എസിനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല. വി.എസിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ്. പുലർച്ചെ വി.എസിന്റെ വസതിയിലെത്തിയാൽ മതി. അതെ, മൊബൈൽ മോർച്ചറിയിലാണല്ലോ, ഇപ്പോൾ അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടല്ലോ. വി.എസിന്റെ വസതിയിൽ കൊണ്ടുവന്നു. വി.എസിന്റെ കുടുംബാംഗങ്ങളും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് 10 മണിക്ക് ദർബാർ ഹാളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെയും പോലും പലർക്കും എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ പലരെയും എന്ത് ചെയ്തു, ആട്ടിപ്പായിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30-4 മണിക്കായി ഇവിടുന്ന് തിരിച്ച് 22 മണിക്കൂറാണ് എടുത്തത്. നമ്മൾ ഉമ്മൻചാണ്ടിയുമായിട്ടൊന്നും താരതമ്യം ചെയ്യല്ല, രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. അല്ലാതെ അംഗസംഖ്യയൊന്നും നമ്മൾ കണക്കിലെടുക്കും. ജനങ്ങളുടെ ഇടയിൽ ഉമ്മൻചാണ്ടിയുടെ പിന്നെ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിട്ടും അങ്ങോട്ടേക്ക് വലിയ ജനപ്രവാഹമൊക്കെ ഉണ്ടായി. ഉടനെ ഇവിടെ ചില മാധ്യമപ്രവർത്തകർ ഉടനെ ഉമ്മൻചാണ്ടിയുടെ പിന്നെ കബറുടെ സ്ഥലത്ത് ദിവ്യാത്ഭുതങ്ങളൊന്നും ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്. മെഴുകുതിരി കത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ആചാരത്തിനനുസരിച്ച് അന്തിമോപചാരം എത്താൻ കഴിയാത്തവരവിടെ വന്ന് ഒരു തിരി കത്തിച്ചാണെങ്കിലും, അത് വലിയ ചുടുകാട്ടിൽ വി.എസ്. അച്യുതാനന്ദൻ്റെ അടുക്ക പോയി എനിക്കും വേണേൽ പോയി ഒരു മെഴുകുതിരി കത്തിക്കാം, അല്ലെങ്കിൽ അവിടെ പോയി ഇങ്ങനെ കൈയൊന്ന് ഉയർത്താം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ ചോദിച്ചിട്ട് വി.എസ്. ഒരു വലിയ തരംഗമായി ഇപ്പോഴും നിന്നപ്പോൾ ഇത് ചിലർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അസഹിഷ്ണുത അപകടം അവർ ഉണ്ട്. വി.എസ്. എപ്പോഴൊക്കെ ജനപ്രിയനായി മാറിയോ ആ സമയത്തെല്ലാം ഈ പിണറായി വിജയൻ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോട്ടയം സംസ്ഥാന സമ്മേളനത്തിൽ അവിടെ വി.എസ്. പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോഴേ ആരവം തുടങ്ങി. കണ്ണേ കരളെ വി.എസ്. എന്നുള്ള മുദ്രാവാക്യം, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ. അതും കഴിഞ്ഞ് സീറ്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് ആരവം ഒടുങ്ങുന്നില്ല. പിണറായിയാണ് അടുത്ത് എഴുന്നേൽക്കുന്നത്. അദ്ദേഹം ക്ഷുഭിതനായി, കള്ളുകുടിച്ച് വയറ്റി കിടക്കണം. ഇവിടെ ഉഷാ ഉതുപ്പിന്റെ ഗാനമേളയല്ല, കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും ഇത് സഹിക്കുന്നില്ല. പിന്നെ അദ്ദേഹം ശംഖുമുഖത്ത് നടത്തിയ പ്രസംഗം ഓർമ്മയുണ്ടല്ലോ, ഉറുദു കവിത. അത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ജലീൽ ഉപദേശിച്ചു കൊടുത്തതാണ്. ജലീലും ഇപ്പൊ പിന്നെ പ്രഭാവർമ്മയും ഒക്കെ ഉണ്ടല്ലോ, കവിത്വം തുളുമ്പുന്നവരൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് അതിനൊന്നും ക്ഷാമമില്ല. അപ്പോൾ അങ്ങനെ ഏതെല്ലാം തരത്തിൽ. അപ്പോൾ നമുക്ക് മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, ഈ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അങ്ങനെ നിൽക്കും. പിന്നെ അടുത്ത വാർത്ത വരുമ്പോൾ മറ്റതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇല്ല. ഒറ്റ രാത്രി മണിക്കൂറുകൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് തന്നെ അടുത്ത വാർത്തയിലേക്ക് ഇങ്ങനെ മാറി മറിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് മറക്കും. ഞാൻ ചോദിച്ചു, വന്ന വഴി മറക്കും. ഇപ്പൊ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു പാവം പിടിച്ചവന്റെ ജോലി കളഞ്ഞല്ലോ, KSRTCയുടെ യദു. അത് ആ കുറച്ച് സമയം വാർത്തയിൽ നിറഞ്ഞു നിന്നു. ഇപ്പൊ യദുവിന് ജോലി ഇല്ലാതെ നടക്കുന്നു. ആ വാർത്ത മറ്റുള്ളവരെല്ലാം മറന്നുപോയി. നമ്മൾ പിന്നെ മലയിടിച്ചില് അർജുൻ, അതൊക്കെ എത്ര നാളിങ്ങനെ നിന്നു. അടുത്ത വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പോയി, അത് തമസ്കരിക്കപ്പെട്ടു. അപ്പോൾ ഗോവിന്ദച്ചാമിയിലൂടെ വി.എസിനെ മറയ്ക്കുക എന്നുള്ള ഒരു കൃത്യമല്ലേ ഇവിടെ നടന്നത്. പക്ഷേ എന്നാലും വി.എസ്. മറയത്തില്ല, അത് വേറെ കാര്യം.
വി എസ് ചെയ്ത നന്മകൾ ഇവിടെ മങ്ങാതെ മായാതെ മറയാതെ നിൽക്കും വി എസ് നിൽക്കും എന്നുള്ളതാണ്.